ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വാട്ടർ ടാങ്ക്, അതായത് നമ്മുടെ വീടിൻ്റെ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോപ്പിലായിട്ട് നമ്മൾ കൊടുക്കുന്ന വാട്ടർ ടാങ്ക് 1000-ൻ്റെ കൊടുക്കാറുണ്ട്, 500-ൻ്റെ കൊടുക്കാറുണ്ട്, 750-ൻ്റെ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാട്ടർ ടാങ്ക് തുളയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കണക്ടർ ഇടാനായിട്ട് തുളയ്ക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ലീക്ക് വരുന്നതായിട്ട് പൊതുവെ കണ്ടുവരുന്നുണ്ട്. അതായത് ആദ്യമേ തന്നെ നമ്മൾ നോക്കേണ്ടത് ഏത് കമ്പനിയാണ് വാട്ടർ ടാങ്ക് എന്ന് നോക്കുക. ഈ കമ്പനിയുടെ വാട്ടർ ടാങ്കിനനുസരിച്ചിട്ട് ഇത് കണ്ടോ, പുറമേക്ക് ഔട്ട്ലെറ്റ് തുളയ്ക്കുന്ന ഏരിയയാണ് ഈ ചെയ്തിരിക്കുന്നത്. പല കമ്പനികളുടെയും വ്യത്യാസങ്ങളുണ്ട്. ഇതിപ്പോൾ അകത്തേക്കാണ് അതിൻ്റെ കുഴി വന്നിരിക്കുന്നത്, അതായത് പുറത്ത് ഫ്ലാറ്റല്ല, അകത്തേക്കാണ് കുഴി വന്നിരിക്കുന്നത്. ചില കമ്പനികൾ നേരെ ഓപ്പോസിറ്റ് വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കണക്ട് ഇടുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുകയും വേണം. അതിൻ്റെ അകത്ത് വരുന്ന, അതായത് നമ്മൾ കൊടുക്കുന്ന കണക്ടർ, അതായത് ടാങ്ക് കണക്ടർ കൊടുക്കുന്നത് അതിൻ്റെ ഗ്രിഡ് വന്നിട്ട്, അതിൻ്റെ ആ ടോപ്പ് വന്നിട്ട് അതിൻ്റെ സൈഡുകളിൽ മുട്ടാനും പാടില്ല. മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ പറയുന്ന കറക്റ്റ് ഹോൾ അടിക്കുമ്പോൾ കറക്റ്റായിട്ട് അതിൽ മുട്ടി ലെവലിൽ വെക്കണം. കണ്ടോ, ഇതിൻ്റെ ഉൾവശം ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അകത്തേക്ക് കണ്ട, ടാങ്കിൻ്റെ അകത്തേക്കാണ് അതിൻ്റെ പ്രൊജക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാങ്ക് കണക്ടർ ഇടുന്ന സമയത്ത് ടാങ്ക് കണക്ടർ ഒരു വാഷ് ഉണ്ട്. ഈ വാഷെല്ലാം ഉൾപ്പെടെ ഈ പ്രൊജക്ഷൻ ഉള്ള ഏരിയയിൽ നിൽക്കണം. പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലീക്ക് വരാനുള്ള ചാൻസ്, അത് ഗ്യാപ്പ് വന്നതിന് ശേഷം ലീക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് നോക്കുമ്പോൾ ഓരോ കമ്പനിക്കും, ഓരോ വാട്ടർ ടാങ്കിൻ്റെ കമ്പനിക്കും ഓരോ പ്രത്യേകതകളുണ്ട്. അതായത് ചില കമ്പനി ഞാൻ നേരത്തെ പറഞ്ഞ അകത്തേക്കും അതുപോലെ തന്നെ ചിലത് പുറത്തേക്കുമായിരിക്കും. അപ്പം നമ്മൾ തുളയ്ക്കുന്നതിന് മുന്നേ, അതിൻ്റെ ഹോൾ അടിക്കുന്നതിന് മുന്നേ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ഹോൾ അടിച്ച് ക്ലിയർ ചെയ്ത് അത് ടാങ്ക് കണക്ട് ടൈമിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. പിന്നെ MCയിൽ കാര്യങ്ങളൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്താൽ മാത്രമേ ചെയ്യുള്ളൂ. ഇതൊരു ടാങ്ക് കണക്ടറാണ്, അതായത് പേസ്റ്റിംഗ് ടൈപ്പ് വിത്ത് യൂണിയൻ ഉൾപ്പെടെ വരുന്ന ടാങ്ക് കണക്ടറാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കേണ്ട, ഈ ടാങ്ക് കണക്ടർ നമ്മൾ ഇടുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, അതിൻ്റെ ത്രെഡ് കണ്ടോ, ഈ ത്രെഡ് ഒരിക്കലും സൈഡുകളിൽ പോയി മുട്ടാനോ പാടില്ല. അത് മാത്രമല്ല, പിന്നെ അത് നമ്മൾ പിടിപ്പിക്കുന്ന സമയത്ത് എല്ലാ ടാങ്കും ഇങ്ങനെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. ഇത്രയും ഹൈറ്റിൽ നമുക്ക് അതിൻ്റെ ടാങ്ക് കണക്ടർ കിട്ടണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ആ യൂണിയൻ്റെ ത്രെഡ് ഉണ്ടാവും, യൂണിയൻ്റെ ഡോർ വരുന്ന ത്രെഡ് ഉണ്ട്, അത് നിലത്ത്, അതായത് ടാങ്ക് വെച്ചതിന് ശേഷം താഴെ തറയിൽ പോയി മുട്ടാത്ത രീതിയിലും വേണം വെക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ താഴെ പോയി മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ യൂണിയൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, യൂണിയൻ തുറക്കാൻ പറ്റില്ല. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ വെള്ളത്തിൻ്റെ ലോഡ് വരുന്ന സമയത്ത്, ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് ഈ യൂണിയൻ്റെ ഈ പറയുന്ന ത്രെഡിലായിരിക്കും ഫുൾ ലോഡ് വന്ന് താഴെ നിൽക്കുന്നത്, മുട്ടി നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഒന്നുമില്ല, നമ്മൾ ആദ്യമേ തന്നെ ടാങ്കിൻ്റെ ആ ലെവൽ നോക്കിയിട്ട്, ടാങ്കിൻ്റെ അവസ്ഥ എന്താണോ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ ടാങ്ക് കണക്ടർ തുളയ്ക്കാനായിട്ട്. ടാങ്ക് കണക്ടർ നമ്മളെല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ട, ഇതിൻ്റെ ഉള്ളിൽ വേണം ടാങ്ക് കണക്ടർ. അകത്താണെങ്കിലും പുറത്താണെങ്കിലും കറക്റ്റ് ലെവലിൽ നിന്നില്ലെങ്കിൽ ആ വാഷിൻ്റെ ഗ്യാപ്പിലൂടെ ലീക്ക് വന്നിട്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് പുതിയ ടാങ്ക് ആണെങ്കിലും പഴയ ടാങ്ക് ആണെങ്കിലും ഇങ്ങനെ സംഭവിക്കുന്നത് കണ്ടുവരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി വേറെ ഒന്നുമില്ല, നമ്മൾ ടാങ്ക് കണക്ടർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ടാങ്കിൻ്റെ അതേ ലെവലിലുള്ള ആ ഗ്രിഡ് കൊടുത്താനുണ്ടോ, അതായത് ടാങ്ക് കണക്ടർ കൊടുക്കാണ്ടെങ്കിൽ ചെറിയൊരു കോളം കണ്ടോ, ഒരു സ്ക്വയർ കോളം, അത്രയും വലിപ്പമുള്ളത് നോക്കാതെ, അതായത് അത്രയും തന്നെ വലിപ്പമുള്ളത് നോക്കാതെ കുറച്ചുകൂടി ചെറുത് വാങ്ങിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതായത് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 ഇഞ്ച് ടാങ്ക് കണക്ടർ ഇടാവുന്ന രീതിയിലുള്ള ഗ്യാപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഇഞ്ച് ടാങ്ക് കണക്ടർ നമ്മളവിടെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ അതിൻ്റെ വാഷും കൂടി വരുന്ന സമയത്ത് ലീക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1.5 ഇഞ്ചിൻ്റെ ടാങ്ക് കണക്ടർ വാങ്ങിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം അവിടെ സോൾവ് ആയി. 1.5 ഇഞ്ച് കണക്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്തിട്ടോ നമുക്ക് 2 ഇഞ്ചാക്കി കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ റിസ്ക് നമുക്ക് ഒഴിവാക്കാം. ടാങ്ക് നമ്മൾ തുളച്ചതിന് ശേഷം ലീക്ക് വരുന്നതിനേക്കാൾ ബെറ്റർ ഈ പറയുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ടാങ്ക് ലൈഫ് ലോങ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ പിന്നീടുള്ള ലീക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാനും പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം, എന്നാൽ ഇതുപോലുള്ള വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't